ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ഏകദേശം 75 പരം ട്രിക്കി ചോദ്യങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. ആദ്യത്തെ ചോദ്യം: പുതിയ നിയമത്തിൽ നിർണായക നിമിഷങ്ങളിൽ നിദ്രയിലായിരുന്നവർ ആരെല്ലാമാണ്? ഉത്തരം: യേശു പടകിൽ യാത്ര ചെയ്യുമ്പോൾ ചുഴലിക്കാറ്റടിച്ച് തീരെ തള്ളിക്കയറുകൊണ്ട് പടക് മുങ്ങുമാറായപ്പോഴും അമരത്ത് യേശു തലയണ വെച്ചുറങ്ങി. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 37-38 വാക്യങ്ങൾ. യേശു മലയിൽ വെച്ച് രൂപാന്തരപ്പെടുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 26-32 വാക്യങ്ങൾ. ഗത്സമനയിൽ യേശുവിൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുമ്പോൾ ഇവിടെ പാർത്ത് ഉണർന്നിരിക്കാൻ പറഞ്ഞ ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും ഉറങ്ങിപ്പോയി. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 32-40 വാക്യങ്ങൾ. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ ഗാഠനിദ്രയിലായത്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 8-ാമത്തെ വാക്യം. പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: 3 അക്ഷരമുള്ള ഒരു പദത്തിനകത്ത് കേരളത്തിലെ ഒരു സ്ഥലം, ഒരു വിരാമം അടയാളത്തിൻ്റെ പേര്, ഒരു പാനീയത്തിൻ്റെ പേരിൻ്റെ ഒരു ഭാഗം, ഒരു മൃഗം, ഒരു ഹൈന്ദവ മൂർത്തി, അബോധാവസ്ഥ എന്നീ വാക്കുകൾ ഈ വാക്കിനകത്തുണ്ട് എങ്കിൽ വാക്ക് ഏതാണ്? ഉത്തരം: കോമാളികൾ. പദം കോമാളി. സങ്കീർത്തനം 85-16. സ്ഥലം മാള. വിരാമം കോമ. പാനീയം കോള. മൂർത്തി കാളി. അബോധാവസ്ഥ കോമ. അടുത്ത ചോദ്യം: ഇവിടെ വെച്ചാണ് യേശു 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കി പുരുഷാരത്തിന് കൊടുത്തത്? ഉത്തരം: ബത്സയിദയിൽ വെച്ച്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 10-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: എന്നെ മറുപേരിൽ ഒരു സുവിശേഷത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. ഒരാൾ എൻ്റെ ഈ പേര് തൻ്റെ രചനകളിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഈ വ്യക്തി ഒരു വേള എന്നെ വിമർശിച്ചിട്ടുമുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: കേഫ, പത്രോസിൻ്റെ മറുപേര്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഈ പേര് കാണുന്നുള്ളൂ. രചന: പൗലോസ് 8 പ്രാവശ്യം കേഫ എന്ന് ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നു. വിമർശനം: പൗലോസ് കേഫാവിനോട് അഭിമുഖമായി എതിർത്തു നിൽക്കുകയും സുവിശേഷത്തിൻ്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ 1:42, 1 കൊരിന്ത്യർ 1:12, 3:22, 8:5, 15:5, ഗലാത്യ ലേഖനം 1:16, 2:9, 2:11, 14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഒരു സുവിശേഷത്തിൽ മാത്രം ആവർത്തിച്ചിരിക്കുന്ന ഒരു വാക്ക് അതേ സംഖ്യയിൽ ഈ വാക്കിന് തത്തുല്യമായ മറ്റൊരു വാക്ക് വേറൊരു സുവിശേഷത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്.
ഉത്തരം തത്തുല്യമായ വാക്ക് ദൈവരാജ്യം. മത്തായി സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന വാക്ക് 32 പ്രാവശ്യം കാണാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവരാജ്യം എന്ന വാക്കും 32 പ്രാവശ്യം കാണുവാൻ സാധിക്കും. അടുത്ത ചോദ്യം, പേർ പറയപ്പെട്ടവർ യേശുവിനോട് ഒരു കാര്യം രഹസ്യമായി ചോദിച്ചിട്ടുണ്ട്. എവിടെ വെച്ച്, എന്ത് കാര്യം? പേർ പറയപ്പെട്ടവർ ആരെല്ലാമാണ്? ഉത്തരം, പേര് പറയപ്പെട്ടവർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്. സ്വകാര്യമായി യേശുവിനോട് ചോദിച്ചത്, നീ ഈ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചത്. അതിനെല്ലാം നിവർത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്നും അവർ ചോദിച്ചത് ഒലിവുമലയിൽ ദൈവാലയത്തിന് നേരെ ഇരിക്കുമ്പോഴാണ്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, 2 മറുപേരിനാൽ അറിയപ്പെടുന്ന എൻ്റെ ഒരു മറുപേരിനെ കുറിച്ച് 2 പ്രവാചകന്മാർ ഏകദേശം സമാന രീതിയിൽ പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ ആരാണ്? ഉത്തരം, ഏശാവ്. ഏദോം ചുമന്നവനെന്ന 2 മറുപേരുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 30-ാം വാക്യം. പ്രവാചകന്മാർ ഇരമ്യാവ്, ഓബദ്യാവ് ഏദോമിനെ കുറിച്ച് പ്രവചിച്ചു. ഇരമ്യാവിന്റെ പ്രവചനം, നീ കഴുകനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറക്കുമാറാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇരമ്യാവിന്റെ പ്രവചനം 49-ാം അധ്യായം 16-ാം വാക്യം. ഓബദ്യാവ്, നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഓബദ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, മഹാരാജാവിന്റെ നഗരത്തിന് എന്ത് പേർ ലഭിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്? ഉത്തരം, മഹാരാജാവിന്റെ നഗരം യെരൂശലേം. യെരൂശലേമിന് ലഭിക്കുന്ന പേര് യഹോവ നീതി. പ്രവചിച്ചത് ഇരമ്യാവ്. ഇരമ്യാവിന്റെ പ്രവചനം 33-ാം അധ്യായം 16-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 35-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, 2 സ്ത്രീനാമങ്ങൾക്കകത്ത് സമാനമായ ഒരു പുരുഷനാമവും ഒരു സ്ഥലനാമവും കാണാം. എങ്കിൽ സ്ത്രീനാമങ്ങൾ ഏത്, പുരുഷനാമം ഏത്, സ്ഥലം ഏതാണ്? ഉത്തരം, സ്ത്രീനാമങ്ങൾ യഹൂദീത്ത്, യഹൂദിയ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 34-ാം വാക്യം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 18-ാം വാക്യം. പുരുഷൻ യഹൂദ. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 35-ാം വാക്യം. സ്ഥലം യഹൂദ. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം, ആദി മനുഷ്യനെ പോലെ നിയമലംഘനം നടത്തിയവർ ആരെല്ലാമാണ്? ഉത്തരം, എഫ്രയീം, യഹൂദ, ആദാമിനെ പോലെ. ഹോശയുടെ പ്രവചനം 6-ാം അധ്യായം 4-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഇതിനെ ദർശനത്തിൽ കാണുകയും ഇതിൽ ഉപവിഷ്ടരായിട്ടുള്ളവരുമുണ്ട്. പ്രവാചകന്മാരും ഭരണാധികാരികളും ദൈവവും യേശുവും ഇതിൽ ഇരുന്നിട്ടുണ്ട്. എങ്കിൽ എന്താണ്? ഉത്തരം, ന്യായാസനം. ദർശനം കണ്ടവർ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 9-ാം വാക്യം. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. ഉപവിഷ്ടരായവർ ദാവീദ്, സങ്കീർത്തനം 1-22, 2-5.
പീലാത്തോസ് മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 19 ഗല്ലിയോൻ അപ്പോസ്തല പ്രവൃത്തി 18:12, ഫെസ്തോസ് അപ്പോസ്തല പ്രവൃത്തി 25:4-6, കൈസർ അപ്പോസ്തല പ്രവൃത്തി 25:10, ദൈവം ഇയ്യോബിന്റെ പുസ്തകം 28:9, റോമർ 14:10, യേശു 2 കൊരിന്ത്യർ 5:10. അടുത്ത ചോദ്യം, എന്നാണ് ദൈവം മഴ മുടക്കിയത്? ഉത്തരം, കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ. ആമോസിന്റെ പ്രവചനം 4 അധ്യായം 7 അടുത്ത ചോദ്യം, തിരുവെഴുത്തിലെ ഒരു പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളിലും സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും കാണുന്ന പദങ്ങളിൽ ദൈവത്തിനും യേശുവിനും പുല്ലിംഗത്തിലും പൗലോസിന് ഇതിൽ രണ്ടിലും ബന്ധമുള്ളവരെയും കാണാം. ഉത്തരം, സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും കാണുന്ന പദങ്ങൾ പ്രിയൻ, പ്രിയ. പുസ്തകം ഉത്തമഗീതം 8 അധ്യായത്തിലും ഈ പദങ്ങൾ കാണാം. ദൈവത്തിന് പ്രിയൻ ബെന്യാമീൻ. ആവർത്തന പുസ്തകം 33 അധ്യായം 12 ശലോമോൻ. നെഹമ്യാവിന്റെ പുസ്തകം 13 അധ്യായം 26 ദാനിയേൽ പ്രവചനം 9:29. യേശു മത്തായിയുടെ സുവിശേഷം 3 അധ്യായം 17 യേശുവിന് പ്രിയരായിട്ടുള്ളവർ ലാസർ, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 3 20 അധ്യായം 2 പൗലോസിന് പ്രിയരായിട്ടുള്ളവർ എപ്പനൈത്തോസ്, അംബ്ലിയാത്തോസ്, പെർസിസ്, തിമോത്തിയോസ്, തിഹിക്കോസ്, എപ്പഫ്രാസ്, ഒനേസിമോസ്, ലൂക്കോസ്, ദേമാസ്, ഫിലോമോൻ, ഗായോസ്. അടുത്ത ചോദ്യം, സമാഗമന സ്ഥലത്തിൻ്റെ മധ്യത്തിൽ അപശബ്ദം പുറപ്പെടുവിച്ചവർ ആരാണ്? ഉത്തരം, ദൈവത്തിൻ്റെ വൈരികൾ. സങ്കീർത്തനം 74:4. അടുത്ത ചോദ്യം, തിരുവെഴുത്തിൽ ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും സമാന രീതിയിൽ ശത്രു സംഹാരം നടത്തിയിട്ടുണ്ട്. ശത്രുക്കളുടെ ഒരു സമാനമായ ശാരീരിക പ്രത്യേകതയും ആയുധങ്ങളും എന്താണ്? ഉത്തരം, ദാവീദും തൻ്റെ അകമ്പടി നായകനായ ബെനയാവും ശത്രുക്കളെ ആക്രമിച്ച് അവരുടെ ആയുധം കൊണ്ട് അവരെ കൊന്നു. ശാരീരിക സമാനത, ഗോല്യാത്ത് 6 മുഴവും 1 ചാൺ നെടുപ്പവും, മിസ്രയീമ്യൻ 5 മുഴം പൊക്കം. ആയുധങ്ങൾ, കുന്തവും കുന്തത്തിൻ്റെ അലകും നെയ്ത്തുകാരൻ്റെ പടപ്പ് തടി പോലെ. ദാവീദ് ഒരു കല്ലുകൊണ്ട് 6 മുഴവും 1 ചാൺ നെടുപ്പവുമുള്ള ഗോല്യാത്ത് മല്ലനെ ഒരു കല്ലുകൊണ്ട് വീഴ്ത്തി. നെറ്റിയിൽ കല്ലേറുകൊണ്ട് മറിഞ്ഞു വീണ ഗോല്യാത്തിനെ തൻ്റെ വാൾ ഉറയിൽ നിന്നെടുത്ത് തല വെട്ടിക്കളഞ്ഞു. 1 ശമൂവേൽ 17 അധ്യായം 4, 48, 51 ബെനയാവ് ഒരു വടികൊണ്ട് 5 മുഴം പൊക്കമുള്ള ഒരു ദീർഘകായകനായ മിസ്രയീമ്യന്റെ അടുക്കൽ ചെന്ന് മിസ്രയീമ്യന്റെ കുന്തം പിടിച്ച് പറിച്ച് കുന്തം കൊണ്ട് കൊന്നുകളഞ്ഞു. 2 ദിനവൃത്താന്തം 11 അധ്യായം 22, 25 അടുത്ത ചോദ്യം, ആരുടെ കേടിനാണ് ഉപശാന്തി വരാത്തത്? ഉത്തരം, അശൂർ രാജാവിൻ്റെ. നഹൂം പ്രവചനം 3 അധ്യായം 18, 19 അടുത്ത ചോദ്യം, മറുപേരുള്ള ഒരു സ്ഥലനാമത്തിന് ഒരു വ്യക്തിനാമവും കാണാം. ഇതൊരു പ്രവാചകന്റെ ജന്മദേശവുമാണ്. എങ്കിൽ ഏതാണ് ആ ദേശം? ഉത്തരം, കിര്യത്ത് യേയാരീം. വ്യക്തിനാമം, മോവാബിന്റെ പിതാവിന്റെ പേര്
കിര്യത്ത് യെയാരീം എന്നാണ്. 1 ദിനവൃത്താന്തം 2-ാം അധ്യായം 50-ാമത്തെ വാക്യം. സ്ഥലത്തിന്റെ മറുപേരുകൾ ബാല, ബേല, കിര്യത്ത് ബാൽ, കിര്യത്ത് ബാല. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 9, 60, 18-ാം അധ്യായം 14, 1 ദിനവൃത്താന്തം 13-6. പ്രവാചകൻ ഊരിയാവ്, യിരെമ്യാവിന്റെ പ്രവചനം 26-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം. ദാവീദ് ശൗലിനെതിരെ ഫെലിസ്ത്യരോടുകൂടെ യുദ്ധത്തിന് പോയപ്പോൾ ദാവീദിനോടുകൂടെ പോയ ഗോത്രം ഏതാണ്? ഉത്തരം മനശ്ശേയർ. 1 ദിനവൃത്താന്തം 12-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം. കൽപ്പനയിൽ അരുത്, ചെയ്താൽ ശിക്ഷ ഉറപ്പ്, എങ്കിലും അകാരണമായി ഇത് നേരിട്ടവർ പഴയ നിയമത്തിൽ 2 പേർ. എങ്കിൽ കൽപ്പന എന്താണ്? ശിക്ഷ എന്താണ്? അകാരണമായി ഇത് നേരിട്ടവർ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ആരൊക്കെയാണ്? ഉത്തരം അരുത്, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 16-ാം വാക്യം. ശിക്ഷ ഉറപ്പ് കള്ളസാക്ഷിക്ക്. സദൃശ്യവാക്യം 19-ാം അധ്യായം 5, 9 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ നാബോത്തും ദാവീദും. 1 രാജാക്കന്മാർ 21-ാം അധ്യായം 11, 13 വാക്യങ്ങൾ. സങ്കീർത്തനം 35-ന്റെ 11. പുതിയ നിയമത്തിൽ യേശുവും സ്തെഫാനോസും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 59, 60 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 9, 13 വാക്യങ്ങൾ. അടുത്ത ചോദ്യം. ഒരു രോമത്തിനു പോലും ഈറു പിഴയ്ക്കാത്ത കവിണക്കാർ എത്ര പേരാണ്? ഉത്തരം 700 വിരുതന്മാർ. ന്യായാധിപന്മാർ പുസ്തകം 20-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം. ശലോമോൻ ആലയപ്പണിക്ക് നിർമ്മിച്ചെടുത്ത വസ്തു 2 രാജാക്കന്മാർ വില കൊടുത്തു വാങ്ങി. ഇതുകൊണ്ട് ആലയത്തിലെ ഒരു ഉപകരണം നിർമ്മിച്ചിട്ടുണ്ട്. മോശയ്ക്ക് ഇതുകൊണ്ട് ഒരു കാര്യം നിർമ്മിക്കുവാൻ വിലക്കുണ്ടായിരുന്നു. എങ്കിൽ എന്താണ്? ഉത്തരം ചെത്തിയ കല്ല്. ശലോമോൻ 1 രാജാക്കന്മാർ 5-ാം അധ്യായം 17, 18 വാക്യങ്ങൾ വാങ്ങിയത് യഹോവാശും യോശിയാവും. 2 രാജാക്കന്മാർ 12-ന്റെ 6, 12, 22-ന്റെ 3, 6. ഉപകരണം 4 മേശ. യെഹെസ്കേലിന്റെ പ്രവചനം 40, 42. മോശയ്ക്ക് ചെത്തിയ കല്ലുകൊണ്ട് യാഗപീഠം പണിയരുത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം. ഏറ്റവും ഭംഗിയുള്ള നാൽക്കാലിയുടെ മേൽ വരുന്ന പ്രാണി ഏതാണ്? ഉത്തരം ഈച്ച. മിസ്രയീം ഏറ്റവും അഴകുള്ള പശുക്കിടാവാകുന്നു, എന്നാൽ വടക്ക് നിന്ന് ഈച്ച അതിന്മേൽ വരുന്നു. യിരെമ്യാവിന്റെ പ്രവചനം 46-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം. ഒരാൾക്ക് ആശ്വാസമായിരുന്നത് 2 പേർക്ക് ഇതിൽ നിന്നുള്ള പ്രഹരമായിരുന്നു. എന്താണത്? ആർക്കൊക്കെയാണ് പ്രഹരമായിരുന്നത്? ആർക്കാണ് ആശ്വാസമായിരുന്നത്? ഉത്തരം കോൽ. ആശ്വാസമായിരുന്നത് ദാവീദിന്. സങ്കീർത്തനം 23-ന്റെ 4. പ്രഹരമായിരുന്നത് യേശുവിനും പൗലോസിനും. മത്തായി 27-30, അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 22, 23, 2 കൊരിന്ത്യർ 11-ന്റെ 25. അടുത്ത ചോദ്യം. ആയുഷ്കാലം മുഴുവൻ
കഠിനവേദനയോടെ ഇരിക്കുന്നത് ആരാണ്? ഉത്തരം ദുഷ്ടൻ. ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എൻ്റെ മകളുടെ പേരും വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയുടെ പേരും ഒന്നാണ് എങ്കിൽ ഏതാണ് ആ പേര്? ഉത്തരം അശേരിൻ്റെ മകൾ സാറ. സംഖ്യാപുസ്തകം 26-46. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീനാമം സാറ, 42 പ്രാവശ്യം. സാറായി എന്ന നാമം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ അവസാനമായി പ്രതിപാദിച്ചിരിക്കുന്ന സ്ത്രീയുടെ പേര് എന്താണ്? ഉത്തരം ഈസബേൽ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഒരു നീരുറവയിലും പടയാളികളുടെ വംശത്തിനകത്തും ഒരു സ്ത്രീനാമം കാണാം. ഏതാണ് ആ പേര്? പടയാളികൾ ആരൊക്കെയാണ്? ഉത്തരം സ്ത്രീനാമം രോദ. അപ്പോസ്തലപ്രവൃത്തി 12-13. പടയാളികൾ ഹരോദ്യൻ ശമ്മ, ഹരോദ്യൻ എലീക്ക. 2 ശമൂവേൽ 23-ാം അധ്യായം 25-ാം വാക്യം. നീരുറവ ഹാരോത്ത് ഉറവ. ന്യായാധിപന്മാർ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, തിരുവെഴുത്തിൽ 4 വിരലുകൾ നഷ്ടപ്പെട്ടവർ എത്ര പേരാണ്? ഉത്തരം 71 പേർ. ഒരാൾ അദോനി ബേസെക്. മറ്റുള്ളവർ അദോനി ബേസെക് പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞ 70 പേർ. ന്യായാധിപന്മാർ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നൂറ്റാണ്ടുകൾക്ക് ശേഷം കയ്യേറ്റ ഭൂമി ഒഴിഞ്ഞുകൊടുക്കാൻ കുടിയേറ്റക്കാരോട് ആവശ്യപ്പെട്ടത് ആരാണ്? ആരോടാണ്? എത്ര നൂറ്റാണ്ടിലാണ്? ഉത്തരം അമ്മോന്യ രാജാവ് യിഫ്താഹിനോട്. 300 വർഷം കഴിഞ്ഞിട്ട് അർണോൻ മുതൽ യബ്ബോക്ക് വരെയും യോർദാൻ വരെയുമുള്ള സ്ഥലങ്ങൾ. ന്യായാധിപന്മാർ പുസ്തകം 12-ാം അധ്യായം 13-26 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ശത്രുക്കളിൽ നിന്ന് അപഹരിച്ചെടുത്തതും ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം പരാമർശിക്കുന്നതുമായ 3 അക്ഷരമുള്ള ഒരാഭരണം ഏതാണ്? ഉത്തരം കുണ്ടലം. മിദ്യാന് രാജാക്കന്മാരിൽ നിന്നും ഗിദയോൻ പിടിച്ചെടുത്തത്. ന്യായാധിപന്മാർ പുസ്തകം 8-ാം അധ്യായം 22-26 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മനുഷ്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഒരു കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടരുടെ ഭൗതിക അവശിഷ്ടം സംസ്കരിക്കുന്നതിന് അവരുടെ പേരിൽ തന്നെയുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് ഒരു വ്യക്തിയുടെ ഭൗതിക ശരീരവും ഒരു വിഗ്രഹാവിശിഷ്ടവും നിക്ഷേപിച്ചിട്ടുണ്ട്. ഉത്തരം സാമാന്യജനം. അത്യന്താപേക്ഷിതമായ ഘടകം ശ്വാസം. സാമാന്യജനം ഒരു ശ്വാസം. സങ്കീർത്തനം 62-9. വ്യക്തി ഊരിയ പ്രവാചകൻ സാമാന്യജനത്തിൻ്റെ ശ്മശാനത്തിൽ ഇട്ടുകളഞ്ഞു. യിരെമ്യാവിൻ്റെ പ്രവചനം 26-23. വിഗ്രഹാവിശിഷ്ടം അശേര പ്രതിഷ്ഠ സാമാന്യജനത്തിൻ്റെ ശവക്കുഴിയിൽ. 2 രാജാക്കന്മാർ 23-ാം അധ്യായം 6-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പുതിയ നിയമത്തിൽ 3 പേർ പറഞ്ഞിട്ടുള്ള ഒരു പാചക വസ്തു.
ഒരാൾ ഈ പാചകവസ്തുവിൻ്റെ പേരിലുള്ള ഒരു ജലസ്രോതസ്സിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. എന്താണ്? ഉത്തരം ഉപ്പ്. ഉപ്പിനെ കുറിച്ച് പറഞ്ഞവർ യേശു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. പൗലോസ് കൊലോസ്യർ 4:6. യാക്കോബ് 3:12. ഒരു ജലസ്രോതസ് ഉപ്പുറവ. അടുത്ത ചോദ്യം. സസ്യത്തിലും ലോഹത്തിലും മൃഗത്തിലും കാണപ്പെടുന്ന ഒരു പാത്രം ഏതാണ്? ഉത്തരം തൊട്ടി. പുൽത്തൊട്ടി, താമ്രത്തൊട്ടി, പശുത്തൊട്ടി. ഇയ്യോബിന്റെ പുസ്തകം 39:9, 1 രാജാക്കന്മാർ 7:38, പുറപ്പാട് 30:18, ലൂക്കോസ് 2:7, 12, 16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം. കഴിഞ്ഞ വർഷം എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ഒരു ലേഖനത്തിൽ മാത്രം കാണാൻ കഴിയും. ഏതാണ് ആ വാക്ക്? ഉത്തരം കീഴാണ്ട്. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം. 2 പേർക്ക് വീണ്ടും ലഭിക്കുകയും ഒരു കൂട്ടർക്ക് ഇത് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യനിൽ ദൈവവചനത്തിന് ആഴത്തിലിടപെടാൻ കഴിവുള്ള പ്രത്യേകതയായ ഈ 3 അക്ഷരവാക്കിൽ ഒരു മലയാളി സ്ത്രീനാമവും കാണാം. എങ്കിൽ എന്താണ്? ഉത്തരം ചൈതന്യം. ചൈതന്യം വീണ്ടും ലഭിച്ച 2 പേർ യാക്കോബും ശിംശോനും. നഷ്ടമായ കൂട്ടർ അമോര്യ രാജാക്കന്മാർക്കും കനാന്യ രാജാക്കന്മാർക്കും. നഷ്ടപ്പെടുന്നത് മിസ്രയീമിന്. ദൈവവചനത്തിന്റെ പ്രത്യേകത ചൈതന്യമുള്ളത്. ഉൽപ്പത്തി പുസ്തകം 45:27, ന്യായാധിപന്മാർ 15:19, യോശുവ 5:1, യെശയ്യാവ് 19:5, എബ്രായർ 4:12. സ്ത്രീനാമം ചൈതന്യ. അടുത്ത ചോദ്യം. ലേവ്യരിൽ 1 മാസം മുതൽ മേലോട്ടുള്ള പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നവർ ആരാണ്? എത്ര പേരാണ്? ഉത്തരം കെഹാത്യർ. 8600 പേർ. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 28-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം. അർത്ഥത്തോടുകൂടി ഒരു വ്യക്തിക്ക് ലഭിച്ച നാമകരണമാണിത്. ഈ പേരിൽ ദേശവും താഴ്വരയും കാണാം. ഈ ദേശത്തിലുള്ള ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും കാണാം. ഈ പേരിലുള്ള ഒരു പുരുഷന് ഒരു പെങ്ങളുമുണ്ട്. ഏതാണ് ആ പേര്? ഉത്തരം ഇസ്രയേൽ. ഹോശയുടെ മകൻ, ദൈവം വിതയ്ക്കുമെന്നർത്ഥം. താഴ്വര, ഇസ്രയേൽ താഴ്വര. ഇസ്രയേലിനായ നാബോത്ത്, ഇസ്രയേൽക്കാരത്തിയായ അഹീനോവം. ഏതാമിൻ്റെ മകനായ ഇസ്രയേലിൻ്റെ സഹോദരി ഹസലോൽപോനി. ഹോശയ 1:4, ന്യായാധിപന്മാർ 6:33, 1 രാജാക്കന്മാർ 21:1, 1 ശമൂവേൽ 30:5, 1 ദിനവൃത്താന്തം 4:3. അടുത്ത ചോദ്യം. ഒരു വിഭാഗത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ആണ്ടുകളുടെ സംഖ്യയിൽ മറ്റൊരു രാജ്യം കടന്നു പോകും. ഏതാണ് സംഖ്യ? എന്തൊക്കെയാണ് സംഭവങ്ങൾ? ഉത്തരം 40 വർഷം. ഇസ്രയേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ അലയുമാറായി. മിസ്രയീം 40 വർഷത്തേക്ക് ശൂന്യമായി പോകും. സംഖ്യാപുസ്തകം 32:13, യെഹെസ്കേൽ 29:11, 12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം. അപ്പൻ്റെ സഹോദരനെ വിളിക്കുന്ന പേര്
എന്താണ്? ഉത്തരം പിതൃവ്യൻ. ലേവ്യ പുസ്തകം 25 അധ്യായം 49 വാക്യം. അടുത്ത ചോദ്യം. പുതിയ നിയമത്തിൽ 6 പേരുടെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുള്ള ദിനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം കൂടിക്കാഴ്ച യേശുവും പത്രോസും യാക്കോബും യോഹന്നാനും മോശയും ഏലിയാവും ഉയർന്ന മലയിൽ. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു 6 ദിവസം കഴിഞ്ഞ്. 17:1. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു 6 ദിവസം കഴിഞ്ഞ്. 9:2. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു ഏകദേശം 9 ദിവസം കഴിഞ്ഞ്. ലൂക്കോസ് 9:29. അടുത്ത ചോദ്യം. യേശു മരുഭൂമിയുടെ അറ്റത്ത് പാർത്ത സ്ഥലം ഏതാണ്? ഉത്തരം എഫ്രയീം. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 54 വാക്യം. അടുത്ത ചോദ്യം. പുതിയ നിയമത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ ആരെല്ലാമാണ്? ഉത്തരം യേശുവിൻ്റെ 10 ശിഷ്യന്മാർക്ക്, യൂദയും തോമസും ഒഴികെ. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിനെന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 19, 25 വാക്യങ്ങൾ. അടുത്ത ചോദ്യം. ഞങ്ങൾ 2 സഹോദരിമാർ ഒരേ സ്ഥലത്ത് പോയിട്ടുണ്ട്. അതിനുശേഷം ഒരാൾക്ക് നന്മയായും ഒരാൾക്ക് തിന്മയായും ഭവിച്ചു. എങ്കിൽ ഞങ്ങൾ ആരെല്ലാമാണ്? ഉത്തരം ഹന്നയും യൊരോബെയാമിൻ്റെ ഭാര്യയും. പോയത് ശീലോവിൽ. ഹന്ന ആരാധിക്കാനായി ശീലോവിൽ പോയി. നന്മ ശമൂവേൽ ബാലനെ ലഭിച്ചു. യൊരോബെയാമിൻ്റെ ഭാര്യ ശീലോവിൽ അഹിയ പ്രവാചകന്റെ അടുക്കൽ കുഞ്ഞിൻ്റെ ദീനം മാറുമോ എന്നറിയുവാൻ പോകുവാനിടയായി. തിന്മ തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. 1 ശമൂവേൽ 1:8, 20 വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 14:2, 17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യുദ്ധം മുന്നണിയിൽ നിന്നുപോയി. രാജാവായ പടനായകൻ ആരാണ്? ഉത്തരം ഒമ്രി. 1 രാജാക്കന്മാർ 16 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം. സ്ഥിരമായി ലഭിച്ചിട്ടുണ്ട്, സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? ഉത്തരം പൊന്ന്. ശലോമോൻ രാജാവിന് സ്ഥിരമായി ലഭിച്ചത് ആണ്ടുതോറും 666 പൊന്ന്. സമ്മാനമായി ലഭിച്ചത് ശേബാരാജ്ഞി കൊടുത്തത് 120 താലന്ത് പൊന്ന്. ഹീരാം കൊടുത്തത് 120 താലന്ത് പൊന്ന്. പോയിക്കൊണ്ടുവന്നത് ഒഫീറിൽ നിന്നും 420 താലന്ത് പൊന്ന്. 1 രാജാക്കന്മാർ 10:15, 10:10, 9:28. അടുത്ത ചോദ്യം. ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകനെ വിളിച്ചതും ഒരു രാജാവ് ഒരു പ്രവാചകനെ വിളിച്ചതുമായ സമാന വാക്കുകൾ ഏതാണ്?
ഉത്തരം എലീശ പ്രവാചകൻ ഏലിയാവിനെയും യോവാശ് രാജാവ് എലീശ പ്രവാചകനെയും എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളും. 2 രാജാക്കന്മാർ 2:12, 13, 14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഞങ്ങൾക്ക് ഒരുവനെ അന്ധനാക്കുവാനും ചെകിടനാക്കുവാനും കഴിയും എങ്കിൽ ഞങ്ങൾ ആരാണ്? ഉത്തരം സമ്മാനത്തിനും കോഴയ്ക്കും. അന്ധൻ സമ്മാനം കാഴ്ചയുള്ളവനെ കുരുടാക്കുന്നു. ചെകിടൻ കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു. പുറപ്പാട് പുസ്തകം 23:8, സഭാപ്രസംഗി 7:17. അടുത്ത ചോദ്യം, ഒരു രാജപുത്രൻ്റെയും ഒരു ദേവന്റെയും പേരുകൾ ഒന്നാണ്. എന്താണ് ആ പേര്? ഉത്തരം അദ്രമേലേക്ക്. ദേവൻ സെഫർവയീം ദേവൻ. രാജപുത്രൻ സൽഹേരീബിൻ്റെ മകൻ. 2 രാജാക്കന്മാർ 17:31, 19:36, 37 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, തൻ്റെ മുൻപിൽ വന്നവരെ ഇരുവിഭാഗമായി തിരിച്ച് ചില നഗ്നസത്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതിന് തന്നെ തിരിച്ച് മറുചോദ്യം ചോദിച്ചവർ ആരാണ്? അവരെ ഉപമിച്ചത് എന്തായിട്ടാണ്? അവരുടെ വിളിപ്പേരുകൾ എന്താണ്? ഉത്തരം മനുഷ്യപുത്രൻ തേജസ്സിന്റെ സിംഹാസനത്തിലിരുന്ന് സകല ജാതികളെയും ന്യായം വിധിക്കുമ്പോൾ. നഗ്നസത്യം ഇരുകൂട്ടരോടും 6 കാര്യങ്ങൾ. എനിക്ക് ദാഹിച്ചു, എനിക്ക് വിശന്നു, ഞാൻ അതിഥിയായിരുന്നു, നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, തടവിലായിരുന്നു. മറുചോദ്യം ഇതെല്ലാം എപ്പോഴെന്ന് ഇരുവിഭാഗവും 6 പ്രാവശ്യം ചോദിച്ചു. വിഭാഗിച്ചത് വലത്തും ഇടത്തും. ഉപമിച്ചത് ചെമ്മരിയാട്, കോലാട്. വിളിപ്പേരുകൾ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ശപിക്കപ്പെട്ടവരെ. പ്രതിഫലങ്ങൾ നിത്യദണ്ഡനം, നിത്യജീവൻ. മത്തായിയുടെ സുവിശേഷം 25-ാം 31, 48 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പുതിയ നിയമത്തിൽ പ്രകൃതി ശബ്ദം കേൾപ്പിച്ച ഒരു ഉപകരണം. എന്തെല്ലാം ശബ്ദങ്ങളാണ് കേൾപ്പിച്ചത്? ഉത്തരം പ്രകൃതി ശബ്ദങ്ങൾ: മിന്നൽ, നാദം, ഇടിമുഴക്കം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയെ ഞാൻ കാലും കണ്ണും കൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ആരെയാണ്? ഉത്തരം കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും കാല് വെള്ളോടിന് സദൃശ്യമായ കാലും കൊണ്ട് മനുഷ്യപുത്രനെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, 23,000 മൃഗസമ്പത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ആരാണ്? ഉത്തരം ഇയ്യോബ്. 14,000 ആട്, 6,000 ഒട്ടകം, 1,000 ഏർക്കാള, 2,000 കാളകൾ, 1,000 പെൺകഴുതകൾ, ആകെ 23,000. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ബൈബിൾ ക്വിസ് ചോദ്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുവാൻ മറക്കരുത്.